ഒക്കെ ഉണ്ടെന്ന്. അവരെയൊക്കെ നോക്കണം എന്നാണ് പറഞ്ഞത്. മക്കള് കൂടത്തിലുള്ളതും അല്ലാത്ത മക്കളും എവിടെയെങ്കിലും ദൂരെയുള്ള മക്കളും ഒക്കെ ഈ പ്രായമായ മാതാപിതാക്കളെ നോക്കണം എന്ന് ഓർക്കണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എലിക്കുട്ടിയമ്മ ഇന്ന് രാവിലെ കഴിച്ചത് പുട്ടും പഴം കൂടെയാണ് കേട്ടോ. പുട്ടും പഴം കൂടെ കഴിച്ചിട്ട് എലിക്കുട്ടിയമ്മ വന്ന് പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഏത്തപ്പഴവും പുഴുങ്ങിയതും പുട്ടും കൂടിയാണ് കഴിച്ചത്. എന്നിട്ട് എലിക്കുട്ടിയമ്മ തന്നെ പാത്രമൊക്കെ എടുത്തിട്ട് വന്നു കഴുകി വെച്ചിരിക്കുന്നതാണ്. മുഴുവൻ കഴിയില്ല, അതിനകത്തോട്ട് ഇടുവാണ് ചെയ്തിരിക്കണമെന്ന്. ചില ദിവസങ്ങളിൽ കഴുകുന്നുണ്ട്, ചില ദിവസം എലിക്കുട്ടിയമ്മ കഴുകുന്നില്ല. പിന്നെ രാവിലെ കൂടി എല്ലാവർക്കും പുട്ടാണ്, അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴം ഇവിടെ പുഴുങ്ങുന്നുണ്ട്. പുട്ട് കുറച്ചുണ്ടാക്കി ഇവിടെ വഹിച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ചൂടോടെ പുട്ട് തന്നെ, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതാണ് കുഴപ്പം. വേസ്റ്റ് പാത്രത്തിനകത്തോ? അപ്പോൾ ജോമോൾ എന്നാണ് പറഞ്ഞ് പുട്ടുകുറ്റിയുടെ ടോപ്പ് കാക്ക കൂട്ട് കഴുകി വെച്ച് കഴുകി താഴെ പോയെന്നൊക്കെ പറഞ്ഞു പോയെന്നും പറഞ്ഞ നാൾ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ സാധനം അവിടെയൊന്നും ഇല്ലായിരുന്നു, ഈ വേസ്റ്റ് പാത്രത്തിനകത്തോട്ട് പോയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ല, കാക്ക കൊണ്ടുപോയതല്ല. ഞാൻ ഓർക്കും ഇത്രയും വലിയ സാധനം കാക്ക കൂടുണ്ടാക്കാൻ കൊണ്ടുപോകുന്നില്ല. ഇത് കാക്ക കൊണ്ടുപോകാൻ സാധ്യതയാണ്, ഇത് കാക്കി കൂടുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ജോമോട് പറഞ്ഞത് കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷെ ഇത് കാക്ക കൊണ്ടുപോയതല്ല. കുറ്റം പറയാഞ്ഞിട്ട് ജോമോന് വിഷമം, അതുകൊണ്ട് പറയാം. കുറ്റം പറഞ്ഞൊന്നുമല്ല, കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റം പറഞ്ഞല്ല, കാക്ക കൊണ്ടുപോയത് അങ്ങനെ പറഞ്ഞ കൊണ്ടുപോയിട്ടുള്ള ചില്ല് കൊണ്ടുപോയായിരുന്നു. ചില്ല് കൊണ്ടുപോയത് അത്രയും വലിയ അതിന് അടപ്പുള്ളല്ലേ ഉണ്ടാക്കണതിന്റെ ചില്ല് കൊണ്ടുപോയായിരുന്നു. അച്ചപ്പത്തിന്റെ ചില്ല് പോലെ അല്ല, അത് അത്രയും വലിയ അടപ്പല്ല. ഞാനത് ഉറക്കം ചെയ്തത് പിടിയില്ലേ, പിടിയുള്ളപ്പോഴേ പിടിയായിട്ട് പോയത് പുട്ടുകുറ്റിയുടെ അടപ്പേ. സ്റ്റീലിന് തിളങ്ങുന്ന സാധനം ചിലപ്പോൾ ചില പക്ഷികൾ എടുത്തോണ്ട് പോകും. പുട്ടുകുറ്റിയുടെ അടപ്പ് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാനേ, കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും ചുമ്മാ അങ്ങ് പറ, ചുമ്മാ അങ്ങ് പറഞ്ഞേക്ക്. ഒരു കാര്യം വേണ്ട. അതെ, ചുമ്മാ വെച്ചില്ല വഴക്കൂടെ ഉണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ട്. വെറുതെ മുഷിച്ചിലുണ്ടാക്കാന്നുള്ളൂ അല്ലേ? അവരുമായിട്ട് വെറുതെ നമ്മൾ മുഷിച്ചിലുണ്ടാക്കേണ്ട കാര്യം. അതെ അതെ, എന്തായാലും കാര്യം ഉണ്ടല്ലേ പറയാവുള്ളൂ അല്ലേ? ചുമ്മാ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ആൾക്കാരെ കുറിച്ച് അനാവശ്യം പറയാം. ഇപ്പോൾ രാവിലെ എലിക്കുട്ടിയമ്മ മുടിക്കുട്ടിയായിട്ട് പല്ലൊക്കെ തയ്ച്ച് കാർന്നവന്മാരോ? ഇനി വലിയ കാർന്നവന്മാരൊന്നും ഇല്ല. കാർന്നവന്മാരൊക്കെ പോയി, പള്ളിയിൽ പോയി. പള്ളിയിൽ പോയിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി കൊണ്ടുവരാൻ പറ്റിയില്ല. അവരൊക്കെ പള്ളിയിൽ ഏൽപ്പിച്ചു. എല്ലാവരും പള്ളിയിൽ ഏൽപ്പിച്ചു. കാർന്നവന്മാരെയല്ല, പള്ളിയിലേ ഏൽപ്പിച്ചേക്കുവാ. അതെ അതെ, അവരുമല്ല കൊന്താക്ക ചില്ലി പ്രാർത്ഥനയൊക്കെ ചില്ലി അവിടെ ഇരുന്നോളൂല്ലോ. വീട്ടിലാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ അല്ലേ? അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. മക്കൾ ചെയ്യുന്നത് ശരിയായില്ല, മക്കൾ നോക്കണം ശരിയായില്ല. എന്നുള്ള പരാതിയൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവരെ പള്ളിയിലാക്കി. പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് ആർക്കറിയാം. പിന്നെ അമ്മ നോക്കിയത് തന്നെ ക്ലിയർ ആയിട്ടാണ് നോക്കിയത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പം രാവിലെ ഇച്ചിരി പുട്ട് കഴിച്ചേക്കാം, ചൂടാറുന്നതിന് മുമ്പേ. ആര്? നമ്മളിത്രയും പേരൊക്കെ മതിയില്ലേ? ആൾക്കാർ എവിടെയാ ഉള്ളേ? ഒരു സ്ഥലത്തും ആൾക്കാരില്ല ഇപ്പം. ഒരു സ്ഥലത്തും ആൾക്കാരില്ല. ഒരു സ്ഥലത്തും ഇപ്പം ആൾക്കാരില്ലെന്നേ. അപ്പോൾ എലിക്കുട്ടിയമ്മ രാവിലെ കാപ്പുടിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ മറ്റേത് അവിടെ പോയി കിടക്കണമാണ്. ഇന്നിപ്പം നമ്മളെ ദിവാങ്കോട്ടെ ഒന്നങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ സാധാരണ പോയി കിടക്കാനായിട്ട് പോവാണ് ചെയ്യാറുണ്ടായിരുന്നു. ഏതാ? അതിനാ എത്ര സമയം എടുക്കും വേഗം? ചോറ് നമ്മളിപ്പം കുക്കറിലല്ലേ വെക്കുന്നത്, വിറകില്ല. പിന്നെ അല്ലേ എളുപ്പം 2-3 പേർക്ക് വേണ്ടിയിട്ട് അതിനാ വലിയ കാലത്ത് കഞ്ഞി വെക്കുന്നത്. പഴയ കുക്കർ ഇവിടെ ഇരുന്നല്ലേ, ഇതിനകത്ത് ഞാൻ 4 വിസിലടിച്ച്, എന്നിട്ടും അത് വെന്തിട്ടില്ല. അതെ, സ്റ്റീലിന്റെ ഒരു വിസിലടിച്ചാൽ മതി. വ്യത്യാസം. പിന്നെ ഞാൻ വേഗാന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ വെച്ചേക്കുവാ. ഞാൻ ഒരു 10-25 മിനിറ്റ് കഴിയട്ടെ.
ഇതൊക്കെയാണ് കുഴപ്പം. ഇരട്ടി വിലയാന്നേ ഉള്ളേ. അല്ല വിലയെന്ന് പറഞ്ഞാൽ സാധനം പിന്നെ നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം. അതല്ലേ പറഞ്ഞേ. അല്ല സ്റ്റീലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും സ്റ്റീലിനും വിലയുണ്ട്. ഇപ്പം സ്റ്റീല് ആക്രിയായിട്ട് പോയാലും വിലയുണ്ട് സ്റ്റീലിന് ഇപ്പോഴും. വില നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ ഗുണം നോക്കണം, അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇപ്പം അതുകൊണ്ട് ഗ്യാസ് ലാഭമുണ്ട്, സമയ ലാഭമുണ്ട്. സ്റ്റീലാകുമ്പോൾ വെച്ചാൽ അലുമിനിയം പൊടിഞ്ഞ് ചാടുന്നെന്ന് പറഞ്ഞ പോലെ ചാടുന്നില്ലല്ലോ. അലുമിനിയത്തെക്കുറിച്ച് പറയുന്നത് അലുമിനിയം അലിഞ്ഞ് ചേരുന്നുണ്ടെന്നല്ലേ പറയണേ. വിവാനെ ഇപ്പം കാണാനല്ലേ, വിവാനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പരാതി പറയുന്നു. ഞങ്ങൾ നേരത്തെ കഴിക്കുമായിരുന്നു പുട്ട്. അതിനാ വിവാനെ പേലിക്കുട്ടിയമ്മയുടെ അടുത്തോട്ട് വരുന്നില്ലേ? വിവാനെ പേലിക്കുട്ടിയമ്മയുടെ അടുത്തോട്ട് വരുന്നില്ലേന്ന്? ഒന്നും പറ്റിയില്ല. ഇപ്പം എലിക്കുട്ടിയമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത്. മറ്റേ എലിക്കുട്ടിയമ്മ അവിടെ പോയി അന്വേഷിക്കുന്നതായിരുന്നു. ഇപ്പം എലിക്കുട്ടിയമ്മ അന്വേഷണമില്ല, അതുകൊണ്ട് അവനും അന്വേഷണമില്ല. അവനവിടെ അങ്ങനെ കിടന്നുറങ്ങുവാൻ പറ്റാ, കിടന്നുറങ്ങുവാൻ പറ്റാ. അമ്മ പോയി വിളിക്കാഞ്ഞിട്ട്, അമ്മയല്ലേ പോയി വിളിച്ച് ഏൽപ്പിച്ചോണ്ടിരുന്നേ. വൈകിട്ട് ഒത്തിരി പഠിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കോട്ട് സമയവും കിട്ടുന്നില്ല. അമ്മ പോയി വിളിച്ച് ഏൽപ്പിക്കുന്നില്ല. മഞ്ഞായിരുന്നോ? ഓ മഴ ഇതിലൊക്കെ മഴക്കാർ കയറുകയാണല്ലോ, എന്നിട്ട് പെയ്തില്ലല്ലോ. ഒന്നും പറയാൻ പറ്റിയല്ലേ, വെയിലത്ത് കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പെയ്തു അത്രയേ ഉള്ളൂ. മഴ പെയ്തെന്ന് വെച്ച് വിവിനെ പറഞ്ഞാൽ അവിടെയൊക്കെ വൈകുന്നേരം മഴയായിരുന്നെന്നാണ് അറിയാം. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ മഴ പെയ്തെന്നാണ് അറിയാം. ഒരു സ്റ്റീലിൻ്റെ പുട്ടുകുറ്റിയായിട്ട് പെട്ടെന്ന് പുട്ടും ഉണ്ടാകുന്നില്ലേ, പുട്ടിൻ്റെ സമയമാകണ്ടല്ലോ. ഇപ്പം ഈ സാധനം ഒരു ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് വല്ല ആവി പിടിക്കേണ്ടവർക്ക് ആവി പിടിക്കാൻ നല്ല ആവി കിട്ടും, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാനൊരു ആകപ്പെട്ടൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനൊരു പിടി വേണ്ടായിരുന്നു. ഒരു പിടിയില്ലാത്തതുകൊണ്ട് എടുത്തു വെക്കണൊക്കെ പാടാം. സ്റ്റീല് പെട്ടെന്ന് ചൂടാവുമല്ലോ. ഇതൊക്കെ പറഞ്ഞു വന്ന സമയത്ത് എലിക്കുട്ടമ്മ മുറിയിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ കട്ടിലേ പോയിരുന്നു. ഇനി പ്രാർത്ഥന കഴിഞ്ഞാണോ എന്താണ് പരിപാടിയെന്ന് അറിയത്തില്ല, അങ്ങനെ ആലോചിച്ചിരിക്കുവാണ് അല്ലേ. ഇരുട്ടത്തിരുന്നോണ്ട് ലൈറ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇരുട്ടത്തിരുന്നോണ്ട് ലൈറ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇരുട്ടത്തിരുന്നോണ്ട് ലൈറ്റ് ഇട്ടെന്നേ ഉള്ളൂ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാക്കാം. ജനല തുറന്നിട്ടാ എലിക്കുട്ടിയമ്മ ഏറ്റ് നടക്കുന്നത് കൊണ്ട് എല്ലാം അടച്ചിടും. പിന്നെ അല്ലെ കാണരുത്. ഇതെന്നെ തോണ്ടിയിട്ട് പോകാത്തത്. തോണ്ട് ശരിയില്ലാഞ്ഞിട്ടായിരിക്കും. വേണ്ട, ഇതൊരു ചൂടാ. രാവിലെ പുല്ലുവാണല്ലോ. മഴ പെയ്യാനാണോ? മഴ പെയ്യട്ടെ. ആണെങ്കിൽ പുല്ലില്ല. പശുവിന് കൊടുക്കാൻ, പൊന്നുവിന് കൊടുക്കാൻ പുല്ലില്ല. ഇന്നലെ കൊണ്ടുവന്ന ചുരിദാറിന്റെ തുണിയില്ല, 400 ഇറക്കം കിട്ടിയല്ല. മനസ്സിലായോ? നോക്കി മേടിക്കായിരുന്നു. അത് നമുക്കറിയത്തില്ലായിരുന്നു, അത്ര ഓർത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു നോക്കി ഇറക്കമില്ല. 40-41 വരുള്ളൂ. 44 വേണം. ഇനി ഞാൻ ചേച്ചിനെ കൊണ്ട കാണിക്കട്ടെ, തയ്യൽക്കാരത്തിനെ കാണിച്ചേച്ചിട്ട് അതിനകത്തുനിന്ന് വല്ല കഷ്ണം അടിച്ചു വെക്കാനെങ്കിൽ ഞാൻ വല്ല ദൂരേക്കെങ്ങും പോകാൻ ഉപയോഗിക്കുന്നില്ല. അല്ലെ ഞാൻ തിരിച്ചുകൊണ്ട കൊടുക്കുന്ന ആളെ കൊണ്ട്. പുതിയ മോഡൽ സാധനം എന്നതാ? അല്ലെന്നേ, അതിന് ഇറക്കമില്ലാത്തതുകൊണ്ട് ഇവര് വില കുറച്ചിട്ട് വിൽക്കുന്നതാണേ. എല്ലാവർക്കും ഒന്നും ഉപയോഗിക്കാൻ. എനിക്ക് പൊക്കക്കുറവും കൂടിയാ. പൊക്കം ഉള്ളവരെ സംബന്ധിച്ച് അതൊന്നും പറ്റിയില്ല. ഇന്നലെ പോയിട്ട് മേടിച്ച സാധനം അത് കാണിക്കാറില്ലേ? ഇതാണ്, ഈ തുണിയാണ്. ഈ തുണിക്ക് 500 സംതിങ്ങേ ഉള്ളൂ. 500 അടുത്തേ ഉള്ളൂ. ഇറക്കം വരികയല്ല. നോക്കി ഇല്ലെന്നേ. ഞാനിത് നോക്കി ടേപ്പ് വെച്ച് അളന്ന്. അപ്പൊ 41 വരുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ട് അളക്കുന്നേ 41 വരുന്നുള്ളൂ. 44 അടിച്ചു വരണ്ടേ ചോമനെ? മടക്കി അടിപ്പൊക്കെ വരണ്ടേ? മടക്കി അതിനകത്ത് അടിപ്പൊന്നും വരാല്ലോ. കാലില് അവിടം വരെ വരുന്നുണ്ടല്ലോ. അവിടം വരെ മതി. പിന്നെ ഞാൻ നോക്കട്ടെ. ടേപ്പിൽ അളന്നിട്ട് 41 ഉള്ളന്നേ. 41 ഉള്ളതിൽ ഇപ്പൊ അത് അളവുണ്ട്. 4 വേണമെന്നേ. ഇപ്പൊ നൈറ്റിയുടെ കാലം 3 ഇഞ്ചിന്റെ ഇറക്കക്കുറവേ ഉള്ളൂ ഇപ്പൊ നിലവില്. അതിപ്പോ വന്നാൽ 1 ഇഞ്ചോ കൂടെ 2 ഇഞ്ചോലും കുറയായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇത്രയും വിലയല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോ ഉപയോഗിക്കാമല്ലോ.
പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോ ഒത്തിരി വലിയ വിലയുടെ ഒന്നും വേണ്ട. ഒത്തിരി വലിയ വിലയുടെ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അതിന് വലിയ ഇറക്കക്കുറവെന്ന് പറയാനില്ല. ആരെങ്കിലും എടുത്തൊക്കെ തരുമ്പോഴേ ഉള്ളൂ ഉപയോഗിക്കുള്ളൂ. അതിന്റെ ഷോളുണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ തയ്ക്കാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് വേറെ ഒരെണ്ണാണ്, ഇച്ചിരി വിലയുള്ളതാട്ടോ. എല്ലാം അവരുടെ ഡിസൈനാണോ? അതിനും ആ ഇറക്കം തന്നെ കരിനീലയാണ്. ഇത് കറുത്തത്. അതെന്താ പിടിച്ചേ? ഇത് നല്ല ഇറക്കുവാ. ഇത് വില ഇല്ലെന്നേ, അതിനും ആ ഇറക്കം ഉള്ളന്നേ. ആ ഇറക്കം തന്നെയുള്ളൂ. അതിനേക്കാൾ 2 ഇഞ്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇത് കണ്ടോ? ആ അങ്ങനെ പിടിക്കുമ്പോൾ അതിപ്പോ നെറ്റിയുടെ ഒപ്പം കറക്റ്റ് ഉണ്ട്. അത് ശരിയാ. അതിപ്പോ 2 ഇഞ്ച് നീളമുണ്ട്. അത് അറിയത്തില്ല. 2 ഇഞ്ചിന്റെ അളവ് വ്യത്യാസം അതിനകത്ത് കണ്ടു. 1745. അപ്പൊ ആ തുണി കാഴ്ചയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. ഇത് ഷോളും ഉണ്ട്. ഇത് അതിന്റെ ബോട്ടം കാഴ്ചയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. ആ തുണി കാണുമ്പോൾ തന്നെ അറിയാം. കാണുമ്പോൾ തന്നെ അറിയാം. ഇതെന്നാ അതിൽ കുട്ടിയമ്മേ? ഇതെന്നാ ഇതൊക്കെ പൊക്കി കാണിക്കുന്നത്? ഇതെന്നാ ഇതൊക്കെ? ഈ പൊക്കി കാണിക്കുന്നത് എന്നതൊക്കെയാണ്? എലിക്കുട്ടിയമ്മക്ക് ഒരു ചുരിദാർ തയ്ച്ചാലോ? അതെ, ചുരിദാർ തയ്ക്കാം. ചുരിദാർ തയ്ക്കാം. എലിക്കുട്ടി അമ്മയ്ക്ക് വേണ്ടേ? പിള്ളേരൊന്നുമില്ല, ഇന്ന് അമ്മച്ചിമാരാ ചുരിദാർ ഇടുന്നേ. ചട്ടയും മുട്ടൊക്കെ മാറ്റി ഇപ്പൊ അമ്മച്ചിമാര് ചുരിദാറൊക്കെ ഇടുന്നേ. അതൊക്കെ പണ്ടാമേ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ അമ്മച്ചിമാരൊക്കെയാണ് ഇടുന്നത്. സാരിയൊക്കെ മാറ്റി ഇപ്പൊ അമ്മച്ചിമാരെല്ലാം ചുരിദാറാക്കി. കൊച്ചുപിള്ളേരിടുന്ന ചുരിദാർ അമ്മച്ചിമാർ ഇട്ടുകൊണ്ട് നടക്കണേ. 19 വയസ്സ് മുകളിലുള്ള 16 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ. കൊച്ചുപിള്ളേരിടുന്ന ചുരിദാറുകളാ. ഇതിന്റെ ഷോളാട്ടോ ഇത്. കറപ്പിന്റെയാ? നീലയുടെ ഷോള് ചുമലയാണോ? അത് കണ്ടില്ലേ ഇതിന്റെ ഇവിടെ ചോപ്പ്? അവിടെ ഡിസൈൻ ഉണ്ടല്ലേ? ചോമനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ തുണിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമാണ്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പണ്ട് മുതലേ നമ്മൾ അങ്ങനെ എടുത്ത് ഉപയോഗിച്ചിട്ടുമില്ല. നമുക്ക് സൂട്ടാണ് സാധനമാണെങ്കിൽ നമ്മൾ ഇടും, അത്രേ ഉള്ളൂ. അതെ, ബ്ലാക്കിൻ്റെ അത് നല്ലതാട്ടോ. വലിയ ഷോളേ എനിക്ക് പറ്റില്ല. നമുക്ക് പൊക്കം കുറഞ്ഞവർക്ക് ചെറിയ ഷോള വലിച്ചോണ്ട് പോണ്ടാ വരും. വശം കിടന്നേ ഇത് തന്നെ എനിക്ക് ഇറക്കം കൂടുതലാ. ഷോളും കൂടെ നോക്കിയിട്ടാണ് ഞാനത് ചുരിദാർ മേടിക്കുന്നത്, വാങ്ങിക്കുന്നത്. നല്ല ചുരിദാർ ഷോളാ. പൈസ കൂടുന്നതനുസരിച്ച് നല്ലതാവും മോനെ. ഇതാരാ മേടിച്ചെന്നേ? ജോമോന്റെ അമ്മായിയമ്മ. നമ്മുടെ ആനിയമ്മ മേടിച്ചു കൊടുത്തതാണല്ലേ? ആനിയമ്മയുടെ പ്രസന്റ് ആണ്. ഇടയ്ക്ക് ആനിയമ്മ ഇങ്ങനെയൊക്കെ ഓരോ സമ്മാനമൊക്കെ മേടിച്ചു കൊടുക്കും. അത് വേണ്ടതല്ലേ? ചേച്ചി ഒന്ന് വന്നപ്പോ എല്ലാവർക്കും മേടിച്ചു കൊടുത്തില്ലേ? അത് കാണിക്കട്ടെ. ഒരെണ്ണം എടുത്തൊക്കെ തയ്ച്ചാലോ? നമുക്കൊരു ചുരിദാറൊക്കെ തയ്ച്ചാലോ? അമ്മയ്ക്കൊരു ചുരിദാറൊക്കെ തയ്ച്ചാലോ? ഒന്ന് ചുരിദാറേ ഒരെണ്ണം തയ്ച്ചാലോ? ഇത് വേറെ ഒരെണ്ണാണേ. ഇത് 2-3 മാസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, തയ്പ്പിച്ചിട്ടില്ല. എല്ലാം കൊണ്ടാ കൊടുക്കണം. ഇതിപ്പോ തുണിക്കട തുടങ്ങാന്നാ തോന്നുന്നത്. തയ്പ്പവര് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. വിളിച്ചത് വിൽക്കേണ്ടി വരും. ഇത് നമുക്ക് ചേച്ചി ചേച്ചി മേടിച്ചു തന്നതാ. ഇതെല്ലാം ചേച്ചിക്കും ഉണ്ട് കേട്ടോ, സൂനയ്ക്കും ഉണ്ട്. ഇതിന്റെ ഒരു മഞ്ഞ ഈ ഡിസൈൻ തന്നെ പല കളർ 4 പേർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കളർ ഡിസൈൻ ഇപ്പൊ അങ്ങനത്തെ പാറ്റേൺ ആണല്ലോ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കല്യാണത്തിനാക്കാണ് ജോലിയോ. ഇതൊന്നും തയ്പ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു തോന്നലുണ്ട് തയ്പ്പിക്കാൻ പോണത്. എന്നപ്പോഴേ കൊണ്ടേ തയ്പ്പിക്കുള്ളൂ. അതിന്റെ ഷോള് ഇത് ചെറിയ ഷോളാണ്. അത് നല്ല ഷാളാ. അത് വിലയുള്ള തുണിയാണ്. നല്ല ഷാളാ. ഇപ്പൊ ഷാളിടിയൊന്നും ഇല്ലല്ലോ. ഷാളിടിയും ഇല്ലെന്നേ. ഷോൾ എന്തിനാ ഇടുന്നേ? ഇറങ്ങി ഓടുക. ഇപ്പൊ ഷാളിടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ലത് ജീൻസും ഷോമാനൊക്കെ ഇടുന്നതാണ് നല്ലത്. ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന പിള്ളേരിപ്പം. പിള്ളേരും വലിയവരൊക്കെ ഇടുന്നതാണ്. പുറത്ത് ഇറങ്ങിപ്പോകാൻ കംഫർട്ടായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ചുരിദാർ കണ്ടാൽ നൈറ്റി ആണോ എന്ന് പോലും പറയത്തില്ല. അതാണ് നൈറ്റിയാണോ ചുരിദാറാണോ ഇട്ടാക്കണമെന്ന് ഇപ്പോഴത്തെ ചുരിദാർ കണ്ടാൽ അറിയത്തില്ല.
എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ഇതൊക്കെ? ലിസിമോള് മേടിച്ചു കൊടുത്താന്ന് അത്? ലിസിമോള് മേടിച്ചു കൊടുത്താന്ന്? ചുരിദാർ ഇത് ലിസിമോള് മേടിച്ചു തന്നാന്ന്. ലിസിമോള് മേടിച്ചു തന്നാന്നേ. പോയില്ലേ? ഇതെന്റെ ഫോട്ടോ. പാന്റ് പോയി. ഓസ്ട്രേലിയക്ക് പോയി. ഓസ്ട്രേലിയ. അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ കൊടുക്കണം തയ്പ്പിക്കാൻ. ഇതെല്ലാം കൂടെ കൊടുക്കാം. ഇത് പിന്നെ വെച്ചേക്കോട്ടോ. ഇത് ഇച്ചിരി കഴിഞ്ഞിട്ടേ തയ്പ്പിക്കുന്നുള്ളൂ. നല്ലതാണോ? അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടിയല്ല. കറുപ്പൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. അമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടിയല്ല. അമ്മയ്ക്ക് എല്ലാം വെള്ളമായിരിക്കണം. ഇത് നല്ലതാണോ അമ്മേ? ചീത്തയല്ലേ? നല്ലതാണോ? അമ്മയ്ക്ക് ഈ നിറമൊക്കെ ഇഷ്ടമാണോ? ആണോ? ഞാനിടുന്നത് ഇഷ്ടമാണോ? അമ്മയ്ക്കിടാൻ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ചേച്ചിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ അവിടെ ഉണ്ടോന്ന്. കാപ്പി കുടിക്കട്ടെ കേട്ടോ. അല്ലേ കിട്ടമ്മേ? കാപ്പി കുടിക്കട്ടെ. കാപ്പി ഇല്ലെന്നേ. സമയമാകുന്നേ ഉള്ളൂ. ആയില്ലല്ലോ. നമ്മൾ കുടിക്കണ സമയം ആയില്ല. ഇത്തിരി ലേറ്റ് ആയി. ഇച്ചിരി നേരത്തെ കുടിച്ചേക്കാം. പുട്ട് തണുത്ത് പോയാൽ കൊള്ളിയായിരുന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് കുടിച്ചേക്കാം. പേലിക്കുട്ടിയമ്മ നമ്മുടെ ജനലെങ്കിലൊക്കെ പോയി നോക്കി നിൽപ്പുണ്ട്. തൊഴുത്തിലോട്ട് പോയി നോക്കി. പശു അവിടെ ഉണ്ടോ മേ? പശു അവിടെ ഉണ്ടോ? പശു അവിടെ ഉണ്ടോന്ന്? പശുവേ തൊഴുത്തില് ഇല്ലല്ലേ? അവിടെ അപ്പുറം നിൽപ്പുണ്ട്. കാണാവോ? പറമ്പിലാ കെട്ടിയേക്കണേ. നമ്മുടെ കിളികളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കിളികളൊക്കെ. പറമ്പിൽ നിൽപ്പുണ്ടല്ലേ? അമ്മയ്ക്ക് കാണാം. ഇവിടെ തുമ്പേ കാണത്തുള്ളൂ. പേടിച്ചു പോയോ? ഇന്ന് തുമ്മിയതല്ലേ? വിനോദനം പേടിക്കാനുണ്ടോ? എന്നാ അമ്മ അവിടെ നിൽക്കട്ടെ. ഞാൻ കാപ്പി കുടിക്കാൻ പോവാം. കൊച്ചുങ്ങളുണ്ടാക്കുന്നതൊക്കെ എടുക്കുകയും നോക്കുകയും അതുങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അത് ഇന്നോരൊന്നൊന്നുമില്ല. അത് ഇന്നോരെ നോക്കാൻ ഞാൻ നോക്കോളെന്നും പറഞ്ഞ് ആരെയും പ്രത്യേകിച്ച് മാറ്റി വെക്കരുത്. എല്ലാം ഒരുപോലെ ആയില്ല. അമ്മ ഇങ്ങനെ ഉപദേശമൊക്കെ തരുന്നുണ്ട്. അമ്മ ഇങ്ങനെ ആയിരുന്നോ? അമ്മ ഉപദേശമൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആയിരുന്നോ അമ്മ? എലിക്കുട്ടിയമ്മേ നല്ല ഉപദേശങ്ങളൊക്കെയാ തരുന്നത്. എലിക്കുട്ടിയമ്മ ഇങ്ങനെ ആയിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. പല ഉപദേശങ്ങളൊക്കെ എല്ലാവർക്കും തരാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ ഇതൊന്നും പ്രാവർത്തികമാക്കിയല്ല. ഓരോന്നിനും ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാ. ചായ കുടിച്ചിട്ട് പോകണ്ടേ? കാരണന്മാരായാലും ഓരോ പ്രായത്തിൽ തുടങ്ങുന്ന തന്തിയാകുമ്പോഴത്തേനും മക്കൾ വളർന്നു വരുമ്പോഴത്തേനും അത് കുറയും. എന്തായാലും കാരണവർക്ക് അവർക്ക് മനസ്സിലാവും എന്നതാ നീ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റിയ എന്നതാ നീ പറഞ്ഞത്. അങ്ങനെ ചെയ്യാനും പറ്റുന്നത് അന്തം നട്ടമില്ലാതെ പോകും. കൊച്ചു മൈക്കുമായിട്ട് പോകും. മൈക്കുമായിട്ട് കൊച്ചു പോയി. ജോമോനെ ഈ ജോമോനെ പറഞ്ഞു വിട്ടതാ മൈക്കും കൊടുത്തു വിട്ടത്. അവനെന്തിനു പോയതാ? അവനേതാണ് സാധനം മേടിക്കാൻ പോയതാ. സാധനം മേടിക്കാൻ പോയതാ. ജോമോന് പോയി മേടിച്ചുകൊണ്ട് കൊടുക്കത്തില്ലേ? കൊച്ചിനെയാണോ മൈക്കുമായിട്ട് വിട്ടത്? കൊച്ചു പ്രായപൂത്രിയായ പൂത്രിയായി. വിലപിടിപ്പല്ല. അത്ര ദൂരം വരെ പോകണ്ടേ? അത്ര ദൂരം പോകണ്ടേ? അമ്മയുടെ വീടിന്റെ അവിടം വരെ പോണം. എലിക്കുട്ടി അമ്മയുടെ വീട്. മാൻമട്ട അവിടെ പള്ളിയില്ലേ നമ്മുടെ അമ്മയുടെ ഇടവപ്പള്ളി വണ്ണാറപ്പാറപ്പള്ളി വരെ പോണം. ഇപ്പം പോകേണ്ട സ്ഥലമാ ഞാൻ പറഞ്ഞത്. പള്ളിയൊക്കെ കൊറേ ഉണ്ട്. എത്ര പള്ളിയുണ്ട് എണ്ണി നോക്ക്. അടുത്തടുത്ത സ്ഥലങ്ങളിലായിട്ട്. ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? പിന്നെ നമ്മൾ ഓരോ കൂട്ടം മേടിക്കാൻ ചെല്ലുമ്പോൾ അത് സാമാനങ്ങളൊക്കെയായാലും മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി ഓരോരുത്തർ കുറച്ചുകൊണ്ട് കൊടുക്കും. ചെറിയ കുറച്ചേ കിട്ടുള്ളൂ.
ചിലത് ഏറെ കിട്ടും, എന്നാലും അതൊക്കെ മേടിച്ചോണ്ട് പോകും. എല്ലാ കാര്യം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ മേലായിരുന്നോ? അല്ലയോ ഇല്ല നടക്കുവോ? പോരുന്നുണ്ടോ എന്റെ കൂടെ? എന്റെ കൂടെ പോരുന്നുണ്ടോ? എവിടെ പോവാൻ? പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടെയാ? കുടുംബ പ്രാർത്ഥനയ്ക്ക്. കുടുംബ പ്രാർത്ഥന പോരുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് അവിടെ വീട്ടിലില്ല. ആ പോന്നോണ്ടല്ലോ. എലിക്കുട്ടി അമ്മയല്ലേ പോയിക്കൊണ്ടിരുന്നത്. പോരുന്നുണ്ടോ? ഇപ്പം പോരാൻ തോന്നുന്നുണ്ടോ? അല്ല ഇപ്പൊ പോലില്ല. അതിനാ നടക്കാൻ നടന്ന് അവിടുന്ന് ഇവിടെ വരണ്ടേ? ഇല്ല, വണ്ടിയെ കൊണ്ട് വിടാം. വണ്ടിയെ കൊണ്ട് വിടാം. ആരാ വണ്ടി കൊണ്ടുവരണം? പിന്നെ അവർക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, പറ്റും പറ്റും പറ്റും. ഈ ഭാഗത്തുള്ള വണ്ടി എല്ലാം ബ്ലോക്കായി കിടക്കും. ആണല്ലേ? ഓ, എല്ലാം കേടാ. എല്ലാം കേടാന്നേ. ഈ വീട്ടിലെ തന്നെ എല്ലാം പാട്ടവണ്ടികളാ. അതായിരിക്കും മേഡം അമ്മ ഉദ്ദേശിച്ചത് അല്ലേ അമ്മേ? എല്ലാം പാട്ടവണ്ടിയാ ജോമോൻ്റെത്. ഒരു വണ്ടി വിളിച്ച് അതിനകത്തെല്ലാം ആക്രിക്കട കൊണ്ടേ കൊടുക്കാം. ഒരു പുതിയ വണ്ടി മേടിച്ചത് മാത്രമേ ഉള്ളൂ നല്ലതായിട്ട്. ബാക്കിയെല്ലാം ഒരു വലിയ ലോറി മേടിച്ച് വെച്ച് അതിനകത്തോട്ടേ കയറ്റി വിട്ടേക്കാം അല്ലേ അമ്മേ? ഇനി എന്നാ പരിപാടി? ഞാൻ കുത്തിയിരുന്ന് ഇച്ചിരി കൊണ്ടെല്ലാം പോകും. ആ, ജോമോനെയും കൂടെ കൂട്ടു കേട്ടോ. ഈ ജോമോനെയും കൂടെ വിളിച്ചോ. അവന് വേറെ കാര്യങ്ങൾ. പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി സമയം മാറ്റി വെക്കാൻ പറ. അത് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അത് അവരെ നടത്തും. അവർ നടത്തിട്ട് പിന്നെ അതിന് പോരാളിയോ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാ. പ്രാർത്ഥിക്കാനുണ്ടെന്നേ. അമ്മ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അമ്മ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലേ അമ്മേ? എല്ലാവർക്കും കടമയില്ലേ പ്രാർത്ഥിക്കാൻ? പിന്നെ അതുകൂടെ അങ്ങ് പറഞ്ഞു കൊടുത്തേ. പിന്നെ മനുഷ്യൻ നടക്കണം. പിന്നെ എന്തിനു നടക്കണമെന്നേ? ദൈവം ഇല്ലെന്ന് പറഞ്ഞ് കുറെ എണ്ണങ്ങളുണ്ട്. പൈസ കൊടുക്കാനും സുഖിക്കാനും സാധനങ്ങൾ മേടിക്കാനും അല്ല. അല്ലെന്നേ, ആദ്യം ദൈവത്തെ ഓർക്കേണ്ടത്. എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് യാതൊരു അപകടവും വരാതിരിക്കാനും ഇതൊക്കെ പ്രാർത്ഥിക്കണം. ഇതുവല്ല ഇവർക്കറിയാവോ അല്ലേ? പ്രായത്തെ കാരണന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം അല്ലേ? മനുഷ്യന്റെ കാര്യം അവരെപ്പോഴും എന്താ പറ്റെന്ന് അറിയത്തില്ല. അപ്പൊ ആരും അറിയില്ലാത്തവർ പോലും ചെയ്യലായിരുന്നു. ഓർമ്മയില്ലാതെ ഇരിക്കുന്നുണ്ടല്ലേ? പ്രായമായി കഴിയുമ്പോൾ. അപ്പോൾ നമ്മളത് വീട്ടിലുള്ളവർ ചെറുപ്പക്കാരൊക്കെ അത് ശ്രദ്ധ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ അവരുടെ ബുദ്ധിമുട്ടെല്ലാം നമ്മളറിയാം. അവർ 10-30 വയസ്സ് വരെയും നല്ലപോലെ കിടന്ന് അധ്വാനിക്കണേ. 30 വയസ്സ് വരെയാണോ അധ്വാനിക്കുന്നത്? എന്റെ പൊന്നെ, 30 ഒന്നും അല്ല. അല്ലല്ലേ? എന്നാലും 10 വയസ്സ് വരെ അധ്വാനിച്ചതാ. 10 വരെ കിടന്ന് അധ്വാനിച്ചതാ. എത്ര? 60 വയസ്സ് വരെ. 60 വയസ്സ് വരെ കിടന്നേ. 60 അല്ല, 70. ഇപ്പൊ എന്റെ അമ്മ ഇപ്പം കിടന്ന് അധ്വാനിക്കുമല്ലേ? അല്ല, ഈ അമ്മ 60 വയസ്സ് വരെയൊക്കെയാ. അല്ല, അതുപോലെ 50 വയസ്സ് വരെ കിടന്നു. 80 അത് തന്നെ. ഇതിന്റെ കണക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമായി. അതെ. അപ്പം അത് ഞാൻ വന്നിട്ട് ഇപ്പം എന്നാ ഒരു 21 വർഷം കഴിഞ്ഞ്. 65 വയസ്സ് വരെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ വലിയ പണിയെടുക്കാൻ പോയിട്ടില്ല. പിന്നെ പിള്ളേരെയൊക്കെ നോക്കി അങ്ങ് ഇരുന്നു, അത്രേ ഉള്ളൂ. മഴയില്ലെന്ന് തോന്നുന്നു. പിന്നെ ചെയ്യും, ഈ തിണ്ണം പെരകിയൊക്കെ അടിച്ചു വരുത്തരുമായിരുന്നു. പിന്നെ പിള്ളേരെ കളിപ്പിച്ചോണ്ടിരിക്കുമായിരുന്നു. ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. പിള്ളേരെ കളിപ്പിച്ചോണ്ടിരിക്കും. പിന്നെ പശുവിനെ മാറ്റി കെട്ടാൻ പോകുമായിരുന്നു. അത് അമ്മയ്ക്ക് വിട്ടു തരികയാത്തൊരു കാര്യമായിരുന്നു. അമ്മ പശുവിനെ മാറ്റി കെട്ടാൻ പോകും. കാരണന്മാരൊക്കെ പിള്ളേർ നോക്കണം. കാരണന്മാരൊക്കെ ശ്രദ്ധിക്കണം. മേലാത്തവരുണ്ട്, ഓർമ്മയില്ലാത്തവരുണ്ടെന്ന്, പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ടെന്ന്. അവരെയൊക്കെ നോക്കണം എന്നാണ് പറഞ്ഞത്. മക്കള് കൂടത്തിലുള്ളതും അല്ലാത്ത മക്കളും എവിടെയെങ്കിലും ദൂരെയുള്ള മക്കളും ഒക്കെ ഈ പ്രായമായ മാതാപിതാക്കളെ നോക്കണം ഓർക്കണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അല്ലേ? പിന്നെ മക്കളെ എന്തിനല്ലേ ഉണ്ടായത് അല്ലേ മേ? മക്കള് പിന്നെ എന്തിനാ എന്തിനാ? അതാ ഞാൻ ചോദിക്കുന്നത്. അതുങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കാറാകാന്ന് പറഞ്ഞാൽ അതുങ്ങളെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. കൊടുത്തതല്ലേ?
അതാണ് മക്കളുടെ ആവശ്യം. മക്കളെയൊക്കെ വളർത്തി അവരിങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടിയാ അതേനെ അത് മനസ്സിലാക്കാം. കണ്ടില്ലേ ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടില്ലേ. അത് എന്തെല്ലാം സാധനം വേണമെങ്കിൽ അത് അന്നത്തെ കാലമാണ്. അതെല്ലാം ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ഉള്ളൂ മക്കളെ വളർത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ പോലെയല്ല, അന്ന് ഭയങ്കര പാടുക. പൈസ ഇല്ല. ഇച്ചിരി അറ്റം മൂലം പക്ഷെ അന്ന് ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് കഴിയുമായിരുന്നു. ഇന്ന് ഇല്ലാത്തതും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പോവുക, സമയം പോയോ. അതുകൊണ്ട് മക്കള് ശ്രദ്ധിക്കണം കാരണവന്മാരുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ന് കാരണവന്മാർ ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഇന്ന് മക്കള് കാരണവന്മാരെ നോക്കണമില്ല. അപ്പം ഞങ്ങളുടെ ചായ കുടി സമയമായിരുന്നു. ചായ കുടി സമയം കഴിഞ്ഞ് പഴമൊക്കെ കൂട്ടിയാണ് ചായ കുടിച്ച്. യുവാൻ ചായ കുടിക്കുകയില്ല, പോയി. അതിൽ കിട്ടുമ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന അങ്ങനെ വർത്തമാനം പറഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ. കൊച്ചിന്റെ ചായ കുടിച്ചിട്ട് വിട്ടാ മതിയായിരുന്നു. അത് തന്നെ കൂടിപ്പോയല്ലേ, നമ്മളാരും പിടിച്ചോണ്ടില്ല. അതെടുത്തുണ്ടോ? അത് തൊലി ഉണ്ടല്ലോ, ആ തൊലി ഒക്കെ ഉണ്ടോ? അത് ഉണ്ടോ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.